ഹലോ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ പോവുകയാണ്. തലേ ദിവസമാണ്, നാളെ ഉണ്ടോ കല്യാണം. അപ്പോൾ കല്യാണത്തിന് തലേദിവസമാണ് ഞാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങണത്. അപ്പോൾ അതിന് തന്നെ ഞാനൊരു ഫേസ് ക്രീമാണ് കേട്ടോ. ഫേസ് ക്രീം അപ്ലൈ ചെയ്തു. ഒരു ഫേസ് ക്രീമാണ്. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. നല്ലൊരു ഫേസ് ക്രീമാണിത്. മുഖത്തിന് നല്ല ഗ്ലോ തരുന്ന ഒരു ക്രീമാണിത്. അത് നല്ലൊരു ക്രീം തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ പരട്ടി നന്നായിട്ട് ഇതുപോലെ പരട്ടി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെയൊക്കെ തുടച്ച് കൊടുക്കാം കേട്ടോ. അടുത്തൊരു ക്ലീൻസറാണ് കേട്ടോ. സെറ്റഫിലിൻ്റെ ഒരു ക്ലീൻസറാണ്. അപ്പോൾ അതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകണം. പക്ഷേ ക്ലീൻസർ ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫേസ് ക്രീം എന്തെങ്കിലും ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഞാൻ ക്ലീൻസർ ഇടുന്നത്. കുഴപ്പമില്ല, ക്ലീൻസർ എപ്പോഴായാലും നമുക്ക് ഇപ്പോൾ ഫേസ് ക്രീം തേച്ചിട്ടായാലും ക്ലീൻസർ ഇടാവുന്നതാണ്. ക്ലീൻസർ എപ്പോഴും പറ്റണത് ഇപ്പോൾ നമുക്ക് നല്ലതാണ്. അടുത്തൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കാണ്. ഇട്ട് കഴിഞ്ഞാൽ അറിയും കൂടി ഇല്ല, ഒരു മാതിരി ലിപ്സ്റ്റിക്കാണ്. ഒരു വൃത്തികെട്ട ഒരു കളർ ലിപ്സ്റ്റിക്ക് പോലെയുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ അത് വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ്. അടുത്തത് ഒരു ചീക്ക് ക്രീം ആട്ടെ. ചീക്കിൽ പരട്ടണ ക്രീമുണ്ട്, അത് ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പരട്ടി കേട്ടോ. അപ്പോൾ അത് പരട്ടി കഴിയുമ്പോൾ അത് ആകെ ഇതെന്ന് വെച്ചാൽ ഫൗണ്ടേഷനാണ്. അതൊരു ഫൗണ്ടേഷൻ അതെനിക്ക് പരട്ടി കേട്ടോ. ഫൗണ്ടേഷനാണ് എപ്പോഴും പരട്ടുന്നത്. ഫൗണ്ടേഷൻ പരട്ടി കഴിഞ്ഞിട്ട് എപ്പോഴും ചീക്കിന് മറ്റേ ക്രീം ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അത്യാവശ്യം ഫൗണ്ടേഷൻ ഇടുന്നത് നല്ലതാണ്. കുറേ ഇല്ലെങ്കിലും അത്യാവശ്യം ഫൗണ്ടേഷൻ മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം നല്ലത്. നമ്മൾ ബ്രഷ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കണതാണ് നല്ലത്. എന്നാലും കുഴപ്പമില്ല, ബ്ലഷ് ഇട്ട് നമ്മൾ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് നല്ലൊരു റിസൾട്ടായി കിട്ടും. നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇത്തിരി കൂടുതലായിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ നമുക്ക് ഫൗണ്ടേഷൻ അത്യാവശ്യം ആവശ്യമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ആകെ ഒരു കറുകറുന്നിരിക്കും. ഫൗണ്ടേഷൻ അത്യാവശ്യം ഇടുന്നത് നല്ലതാണ്. ആ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ശരി കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ബ്ലഷ് ഇട്ടത് ആകെപ്പാട് എനിക്ക് ആകെ മെൻ്റലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരിക്കോളിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇട്ടിട്ട് ഞാൻ ഇത് ശരിക്കും വെച്ചാൽ ബ്ലഷ് ഒരു ഡോട്ട് പോലെ ഇട്ടാൽ മതിയായിരുന്നു. ഇത് ക്രീമിൻ്റെ ബ്ലഷാണല്ലോ. പക്ഷെ ഞാനത് നമ്മുടെ ഇത്തിരി സൈഡിൽ ഇങ്ങനെ ഇട്ടപ്പോൾ ആകെപ്പാട് വാരി കോരിയിട്ട പോലെ ആകെ ചാണാൻ പറിച്ച പോലെയൊക്കെ. അത് ഞാൻ അതിൻ്റെ അടുത്ത് മാറ്റി. അതൊന്ന് തന്നെ അങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതെങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കാൻ നോക്കിയിരുന്നു. കാരണം വെച്ചിട്ട് എൻ്റെ ഒരു സൈഡ് ഫുള്ള് റെഡ് കളറായി മാറി ഗൈസ്. അതൊന്ന് കുറക്കണം. അതിന് ഫൗണ്ടേഷൻ ഇടാനുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഫൗണ്ടേഷൻ ഇട്ട് ശരിയാക്കണം. എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ബ്ലഷ് ഇടുമ്പോൾ ഡോട്ടായിട്ട് 2 ഡോട്ട് ഒരു 3 ഡോട്ടൊക്കെ ഇടാൻ പാടുള്ളൂ. ഞാൻ ഡോട്ട് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ആ ഡോട്ട് കൂടുതലായപ്പോൾ ആകെ ബ്ലഷ് ആകെ കാക്ക പരത്തിയ മാതിരി ചിക്കി പരത്തിയ മാതിരി ആകെ ഒരു എന്താ പറയുക, കാക്ക തൂറിട്ട് എന്ന് പറഞ്ഞ മാതിരി പോയി. എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലഷ് ഞാൻ ശരിയാക്കി വെച്ചിട്ടു. പക്ഷേ 2 സൈഡ് എനിക്ക് ഭയങ്കര റോസ് കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ
ഇതൊക്കെ ഇട്ട് നോക്കി ഫൗണ്ടേഷൻ അതിൽ ചേർത്തു, കുറച്ച് ഫൗണ്ടേഷനും കൂടി ചേർത്തു. കുറച്ച് ഫൗണ്ടേഷൻ കൂടി ചേർത്തിട്ട് മിനുക്കണേണ് കാണുന്നത്. ഫൗണ്ടേഷൻ എടുത്ത് മിനുക്കിയപ്പോൾ ഉണ്ട് എനിക്ക് ഇത്തിരി കളർ അങ്ങോട്ട് ആ റോസ് കളർ അങ്ങോട്ട് കുറഞ്ഞ് കിട്ടി. അപ്പോൾ അതൊരു ആശ്വാസമായി. ഇപ്പോഴാണ് ഒരു ആശ്വാസമായി. ഇത് അത്ര നേരം മുഖമൊക്കെ ആകെ റെഡ് കളറായിട്ട് ഇരിക്കുകയായിരുന്നു. ഫൗണ്ടേഷൻ കുറച്ചിട്ട് ഞാൻ ശരിയാക്കുന്നത്. എന്നിട്ട് ലിപ്പ് ലൈനറാണ്. ലിപ്പ് ലൈനർ എൻ്റെ മോൾ കടിച്ച് കഷ്ണമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ യൂസ് ചെയ്തില്ല. ഞാൻ മാറ്റി വെച്ച് വേറൊരു ലിപ്സ്റ്റിക്ക് ഇട്ടു. ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് കാണുന്ന ഷെയ്ഡല്ല അകത്തുള്ളത്. പുറത്ത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് പോലെ തോന്നി. പക്ഷേ ലിപ്പിലിട്ടപ്പോൾ അതിന് നല്ല അങ്ങനത്തെ കളറൊന്നും തോന്നുന്നില്ല. അധികം നല്ല കളറായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കളറാണ് കേട്ടോ. ഒരു പൊട്ടൊക്കെ വെച്ചു. പിന്നെ ഒരു ഐലൈനർ ഇട്ടു. ഐലൈനറൊക്കെ ഇടാനായിട്ടുള്ള കാണിക്കാനൊന്നും പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കായി പോയി. ചേട്ടൻ കുറേ നേരമായില്ല നീ ഒരുങ്ങണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ കണ്ണൊക്കെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഐലൈനറൊക്കെ വേഗം എഴുതി വെച്ചത്. അല്ലെങ്കിൽ ഞാൻ ക്യാമറയിലൊക്കെ നോക്കി എഴുതി വരുമ്പോഴത്തേന് ഐലൈനറൊക്കെ അവിടെ ഇവിടെ ഒക്കെ പരന്ന് പോകണമായിരുന്നു. ഞാൻ വേഗം കണ്ണാടിയിൽ എഴുതിയിട്ട് വന്നതാണ്. എന്നിട്ട് ഞാനൊരു മസ്കാര യൂസ് ചെയ്തു. മസ്കാര യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഐലൈനറൊക്കെ ഇട്ടതൊക്കെ അവിടെ ഇവിടെ കണ്ണിൻ്റെ മേലിൽ പീലിങ് മേലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മാറി കിട്ടും. അപ്പോൾ ഞാൻ മുടിയൊക്കെ വാരി കെട്ടി. അപ്പോൾ ഇതാണ്ട് ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ. ഞാൻ കുത്തിയേക്കണ ക്ലിപ്പ് എന്ന് വെച്ചാൽ പിന്നെ കൊറിയൻ ക്ലിപ്പാണ് കേട്ടോ. മറ്റേ പേള് പോലത്തെ ആ ക്ലിപ്പാണ് ഞാൻ ഇട്ടിരുന്നത്. അതാണ് അതിൻ്റെ 2 കൊറിയൻ ക്ലിപ്പുണ്ട്. അതാണ് ഇട്ടേക്കണത്. ബൈ.